പ്രായത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്നാണ് ധാരണയെങ്കിൽ തെറ്റി. കുട്ടികൾക്കുൾപ്പെടെ ഏതു പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന രോഗമാണിത്. കുട്ടികളിലെ പ്രമേഹം അപൂർവമാണെങ്കിലും കണ്ടെത്തിയാൽ ഏറെ ശ്രദ്ധയും ജീവിതകാലം മുഴുവൻ ചികിത്സയും വേണ്ടിവരും. ടൈപ്പ് 1, ടൈപ്പ് 2 എന്നിങ്ങനെ രണ്ടു തരം പ്രമേഹമാണുള്ളത്. പ്രായമായതിൽ കാണുന്ന പ്രമേഹം ടൈപ്പ് 2 വിഭാഗത്തിൽ പെടുന്നു. കുട്ടികളിലെ പ്രമേഹം ടൈപ്പ് 1 ആണ്. പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉൽപാദനം തീരെ ഇല്ലാത്ത അവസ്ഥയാണ് ടൈപ്പ് 1. മരുന്ന് കഴിച്ച് നിയന്ത്രിക്കാൻ കഴിയാത്തതിനാൽ ഈ പ്രമേഹം ബാധിച്ച ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുക്കേണ്ടി വരും. ഗർഭാവസ്ഥയിൽ അമ്മയിൽ നിന്നും ജനിതകപരമായോ ടൈപ്പ് 1 പ്രമേഹം കുട്ടികൾക്ക് പകരില്ല. ജീവിതശൈലി രോഗവുമല്ല, വൈറൽ ഇൻഫെക്ഷൻ മൂലമാണ് രോഗം ബാധിക്കുന്നത്. മൊത്തം പ്രമേഹ രോഗികളിൽ 1.5% താഴെ മാത്രമാണ് ടൈപ്പ് 1 പ്രമേഹം ബാധിച്ചവരായി ഉള്ളത്. 5നും 15 വയസ്സിനും ഇടയിലാണ് പൊതുവെ രോഗബാധ കണ്ടെത്തുന്നത്. എന്നാൽ ജീവിത രീതികളിലെയും ഭക്ഷണ ക്രമീകരണങ്ങളിലെയും മാറ്റം മൂലം അമിതവണ്ണം ഉൾപ്പെടെ ഉള്ളതിനാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കുട്ടികളിലും ടൈപ്പ് 2 പ്രമേഹം കണ്ടുവരുന്നതായി ഡോക്ടർമാർ പറയുന്നു. 15 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കും പ്രമേഹം കണ്ടെത്തുന്നുണ്ട്. ജനിതകപരമായും ബാധിക്കാവുന്ന അസുഖമാണ് ടൈപ്പ് 2 പ്രമേഹം. ഇനി എങ്ങനെ കണ്ടെത്താം? അമിതദാഹം, വിശപ്പില്ലായ്മ, ധാരാളം ഭക്ഷണം കഴിച്ചാലും ഭാരക്കുറവ്, കാഴ്ചമങ്ങൽ, നിർജ്ജലീകരണം, രക്തത്തിലും മൂത്രത്തിലും ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതൽ, ഇടയ്ക്കിടെ ധാരാളം മൂത്രം പോകുക, മസിലുകൾ പെട്ടെന്ന് തളരുക, ക്ഷീണം എന്നിവയാണ് ടൈപ്പ് 1 പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ. ഇത്തരക്കാരിൽ ശരീരം തന്നെ ആന്റിബോഡി നിർമ്മിക്കും. ഗാഡ് ആന്റിബോഡി എന്നാണ് ഇതിനെ പറയുക. ഇവയുടെ അളവ് കൂടുതലാണെങ്കിലും ടൈപ്പ് 1 ആയിരിക്കും. രോഗബാധിതരായാൽ ഗുളികകൾ കഴിച്ച് നിയന്ത്രിക്കാനാവില്ല. നിശ്ചിത ഡോസിൽ 2 നേരം ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കണം. ഇത് ബാധിച്ച ചികിത്സാ ചെലവിനും കാരണമാകും. എപ്പോൾ വേണമെങ്കിലും ഷുഗർ താഴാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തണം. നിയന്ത്രിക്കാനായില്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ കിഡ്നി തകരാറും കാഴ്ചയെ ബാധിക്കാനും സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട അസുഖമാണ് കുട്ടികളിലെ പ്രമേഹം. ഇനി ഭക്ഷണ രീതി. മധുരം പൂർണ്ണമായി ഒഴിവാക്കുക. പഴവർഗ്ഗങ്ങൾ ജ്യൂസായി കഴിക്കാതിരിക്കുക. ചോറ്, ചപ്പാത്തി എന്നിവയുടെ അളവ് കുറയ്ക്കുക. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. പാക്ഡ് ജ്യൂസ് കഴിക്കരുത്. സാധാരണ കുട്ടികൾ കഴിക്കുന്ന തരത്തിലുള്ള ഐസ്ക്രീം ഉൾപ്പെടെയുള്ള മധുര പലഹാരങ്ങൾ, ചോക്ലേറ്റുകൾ എന്നിവ ഒഴിവാക്കുക. ചെറുപയർ, ഡ്രൈ ഫ്രൂട്ട്സ്, മത്സ്യം, മാംസം എന്നിവയെല്ലാം കഴിക്കാം. ചികിത്സക്കായി മിഠായി പദ്ധതി. കുട്ടികളിലെ പ്രമേഹം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാനായി 2018 സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഠായി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും സമഗ്ര ആരോഗ്യ പരിരക്ഷ നൽകുന്നതാണ് പദ്ധതി. സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്താകെ 1821 കുട്ടികൾക്കാണ് പദ്ധതി വഴി ചികിത്സ നൽകുന്നത്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ പരിചരണം, തുടർച്ചയായ ഗ്ലൂക്കോസ് മോണിറ്റർ എന്നീ ആധുനിക ചികിത്സയും കൗൺസിലിംഗ്, മാതാപിതാക്കളുടെ പരിശീലനം, മറ്റു സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയടക്കം 6 ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന ബൃഹത് പദ്ധതിയാണ് മിഠായി. സംസ്ഥാനത്ത് കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ സെന്ററുകൾ വഴിയാണ് പദ്ധതിയുടെ സേവനം നൽകുന്നത്. ഇതുകൂടാതെ സേവനം ലഭ്യമല്ലാത്ത 9 ജില്ലകളിൽ സാറ്റലൈറ്റ് സെന്ററുകൾ വഴി മിഠായി പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് സാറ്റലൈറ്റ് സെന്ററുകളുടെ പ്രവർത്തനം. സർക്കാർ കുട്ടികൾക്കായി സൗജന്യമായി നടപ്പാക്കുന്ന ഈ പദ്ധതി രാജ്യത്ത് തന്നെ ആദ്യമാണ്. താങ്ക് യു.